മികച്ച NABL അക്രഡിറ്റഡ് ലാബുകളുമായി സഹകരിച്ച് പ്രീമിയം ഹെൽത്ത് ചെക്കപ്പുകൾ അഫോർഡബിൾ നിരക്കിൽ ലഭ്യമാക്കുന്നു. കൂടാതെ ടെലിമെഡിസിൻ സൗകര്യവും. MHL സ്മാർട്ട് ലാബ്സ്. BRC മതിലകത്തിന്റെ നേതൃത്വത്തിൽ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിക്കുന്ന ഇത്തിരി നേരം ഒത്തിരി ദൂരം ദ്വിദിന സഹവാസ ക്യാമ്പിന് തുടക്കമായി. സമഗ്ര ശിക്ഷ കേരളം BRC മതിലകത്തിന്റെ നേതൃത്വത്തിൽ എടത്തുരുത്തി, കയ്പമംഗലം, പെരിഞ്ഞനം, മതിലകം, ശ്രീനാരായണപുരം എന്നീ ഗ്രാമപഞ്ചായത്തുകളിലെ ഗൃഹാധിഷ്ഠിത വിദ്യാഭ്യാസം ചെയ്യുന്ന ശയ്യാവലംബരായ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായി വള്ളിവട്ടം പാർലക് ഫാം ഹൌസിൽ ഇത്തിരി നേരം ഒത്തിരി ദൂരം ദ്വിദിന സഹവാസ ക്യാമ്പ് സംഘടിപ്പിച്ചു. എടത്തുരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപിന്റെ അധ്യക്ഷതയിൽ കയ്പമംഗലം MLA ET ടൈസൺ മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു. എന്തിനും നമ്മുടെ പുനക്കൽ മുസ്ലിസ് ബീച്ചിന്റെ അവിടെ ഉണ്ടെങ്കിൽ അവിടേക്ക് അന്ധന്മാരായിട്ടുള്ള ആളുകൾക്ക് ബാക്കിക്കൊണ്ടിരിക്കാനുള്ള പ്രത്യേക സംവിധാനം. അതിന് എത്രയും അറിയാം രൂപ 25 ലക്ഷം രൂപയാണ് പ്രത്യേകമായിട്ട് ചെലവഴിച്ചപ്പോൾ ഒരാള് പണ്ട് ഉണ്ടായിരുന്ന അവിടെ ഗേറ്റിന്റെ അവിടെ നിന്നിട്ട് അകത്തേക്ക് നോക്കിയിരിക്കാൻ പറ്റുള്ളൂ. ഇപ്പോഴും ഞങ്ങൾ ആലോചിച്ചിട്ടുണ്ട് ഇതിന് അവിടെ കൂടെ ഒരു പ്രത്യേക തരത്തിലുള്ള റോഡ് പോലത്തെ ഒരു സംവിധാനം ഏർപ്പെടുത്തി കടലിൽ വരെ പോകാൻ പറ്റുന്നതാണ്. എനിക്ക് പേടിയുണ്ട് കേട്ടോ, കടലിൽ വരെ പോയാൽ അവരെന്താവുന്നൊക്കെ പേടി വന്നാലും അത് വേണമെന്നാണ് അവിടെ പ്രത്യേക സുരക്ഷ ഏർപ്പെടുത്തി അങ്ങോട്ട് പോകുന്നത്. അപ്പൊ ആദ്യത്തെ സംവിധാനം ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് പല സ്കൂളുകളിലും അധ്യാപകരെ അല്ലെ ജോലിയെ സംബന്ധിച്ചൊക്കെ വരുമ്പോൾ ഒരു പ്രശ്നം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്താണ് കേട്ടിട്ടുള്ളത്? അവിടുത്തെ ഭിന്നശേഷി അധ്യാപനം കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഇവിടുത്തെ മറ്റു ടീച്ചർമാരെ ശമ്പളം കിട്ടിയിട്ടില്ല എന്ന് കേൾക്കും. മറ്റുള്ളവർക്ക് ശമ്പളം കൊടുക്കണ്ട തീരുമാനിച്ചാൽ ആദ്യം എന്താണെന്നറിയോ, ഇവരെയും കൂടെ കിട്ടണം, അല്ലെങ്കിൽ ഇവരെ കൊണ്ട് ഇപ്പൊ എത്ര എന്റെ കൂടെ ഉള്ളൊരു മുഹസിൻ ഉണ്ട് അവിടെ. എപ്പോഴും ഞാൻ പണ്ട് കാണുമ്പോൾ എപ്പോഴും വിളിക്കാൻ ഈ കൂടെ ഉള്ളതാണ്. ആ മുഹസിൻ ഇപ്പോ കഴിഞ്ഞ 2 മാസം മുമ്പ് എന്നെ വിളിച്ചത് എന്തിനാണെന്നറിയോ? മാഷെ എനിക്ക് സി സാഹിബ് സ്കൂളിൽ ഹൈസ്കൂളിൽ ഒരു അധ്യാപകർക്ക് മലയാളം അധ്യാപകനായിട്ട് ജോലിയിട്ടാ കുട്ടിക്ക് എന്ന് പറഞ്ഞാൽ ഭിന്നശേഷിക്കാർക്ക് 4% അത് കൃത്യമാക്കി ഗൗരവപ്പെട്ടതാക്കി. ചില സ്ഥലത്തൊക്കെ 2 പേരൊക്കെ ആവുമ്പോൾ വിദ്യാലയത്തിൽ പോകാൻ സാധിക്കാത്ത ഭിന്നശേഷി കുട്ടികൾക്ക് വിവിധ നൈപുണികൾ പകർന്നു കൊടുക്കുന്നതിനും ഒത്തുചേർന്ന ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നതിനും ഇത്തരം ക്യാമ്പ് ഉപകാരപ്രദമാണെന്ന് MLA പറഞ്ഞു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK രമേശ് ബാബു, മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുമതി സുന്ദരൻ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. മതിലകം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആൽഫ, മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ KK സുരേന്ദ്രൻ, KA ഷിഹാബ്, PH നിയാസ്, AT സ്നേഹലത, പ്രജീന റഫീഖ്, ഷമീം കുഞ്ഞു മുഹമ്മദ്, PK റഫീഖ്, എടത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ സുധീഷ് ബാബു, നീതു സുജീഷ്, സനിത ലെനിൻ, അജിതകുമാരി KK, മതിലകം ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ മഞ്ജുഷ നകുലൻ, വി ബിനേഷ് MA തുടങ്ങിയവർ സംസാരിച്ചു. ബ്ലോക്ക് പ്രോജക്ട് കോർഡിനേറ്റർ NC പ്രശാന്ത് സ്വാഗതവും സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ മരിയ CP നന്ദിയും പറഞ്ഞു. ക്യാമ്പ് കോർഡിനേറ്റർ ഹിമ ബാബു റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ പൊതുസമൂഹത്തെയും ജനപ്രതിനിധികളെയും ബോധ്യപ്പെടുത്തുന്നതിനും അവരുടെ കഴിവുകൾ കണ്ടെത്തി പ്രത്യേകമായ പ്രോത്സാഹനം നൽകുന്നതിനും ലക്ഷ്യമിട്ടാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. രക്ഷിതാക്കൾക്ക് അവരുടെ പ്രശ്നങ്ങൾ ജനപ്രതിനിധികളെ നേരിട്ട് കണ്ട് ബോധ്യപ്പെടുത്തുന്നതിനും പഞ്ചായത്ത് പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോൾ ഇത്തരം കുട്ടികൾക്ക് കൂടുതൽ പദ്ധതികൾ ആവിഷ്കരിക്കാനും ക്യാമ്പ് സഹായകമാകും. കിടപ്പിലായ വിദ്യാർത്ഥികൾക്ക് പ്രാദേശിക ഭരണകൂടത്തിന്റെ സഹായം ലഭിക്കുന്നതിനും ഡോക്ടർ ഹംസ കൊണ്ടമ്പള്ളി നൽകിയ ഡയപ്പർ വിതരണം ചെയ്യുന്നതിനും ക്യാമ്പ് വേദിയായി. കുട്ടികൾക്കായി മജീഷ്യൻ ബിനു വിശ്വനാഥ മാജിക്കും ക്രാഫ്റ്റ് ടീച്ചർ ജിനിഷ നൈപുണികൾ പരിശീലിപ്പിക്കുകയും ചെയ്തു. സഹവാസ ക്യാമ്പിന്റെ 2ാം ദിനത്തിൽ കുട്ടികളുടെ കലാപരിപാടികളും ക്രാഫ്റ്റ് നിർമ്മാണ പരിശീലനവും ഭിന്നശേഷി കുട്ടികളുടെ ഫാഷൻ പരേഡും ഉണ്ടായിരിക്കും.